ഹലോ, വെൽക്കം ടു അമ്മാസ് ഡയറി. നിങ്ങളിന്ന് തമ്മിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ്, അതായത് ഡെലിവറിക്ക് വേണ്ടി നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടി എന്തൊക്കെയാണോ അത്യാവശ്യമായിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു വീഡിയോ ആണത്. നിങ്ങൾക്കിത് നല്ലപോലെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് പോകുക അല്ലെങ്കിൽ ഡെലിവറിക്ക് പോവുക എന്ന് പറയുന്ന ഒരു പിക്നിക്കിന് പോകുന്ന അത്ര സാധനങ്ങളോ അല്ലെങ്കിൽ ഒരു അവധിക്കാലം അല്ലെങ്കിൽ ഒരു ഹോളിഡേക്ക് പോകുന്ന ഒരു ഇത്രയും സാധനങ്ങളൊന്നും ആവശ്യമില്ല. നിങ്ങൾക്കിപ്പോൾ നോർമൽ ഡെലിവറി ആയിരിക്കാം, സി സെക്ഷൻ ആയിരിക്കാം, അത് നമുക്കിപ്പോൾ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസം, സി സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 4 ദിവസം, പിന്നെ കുഞ്ഞിന് മഞ്ഞപ്പോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനേക്കാളും ഇത്തിരി കൂടി കൂടാം. ഇത്രയും ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ മാത്രമാണ് ഡെലിവറി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അതായത് ഏറ്റവും അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ കൊണ്ടുപോയാൽ മതി. അല്ലാണ്ട് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വാരി വലിച്ച് കൊണ്ടുപോയി അവിടെ ചെല്ലുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷനായിരിക്കും. അയ്യോ, ഇത് ഏത് ബാഗിലായിരുന്നു, ഇതെങ്ങനെയാണ് തപ്പുക, അങ്ങനത്തെ കുറച്ച് കോംപ്ലിക്കേഷൻസൊക്കെ ഒഴിവാക്കാനായിട്ടാണ് ഞാനിത് ഏറ്റവും ഈസി ആയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് അത്യാവശ്യമുള്ള സാധനങ്ങൾ എങ്ങനെയാണ് പാക്ക് ചെയ്ത് കൊണ്ടുപോവുക എന്ന് ഞാനിതിൽ ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. അതുപോലെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോയ ലിസ്റ്റാണിത്. ആ ലിസ്റ്റിനനുസരിച്ചിട്ട് എനിക്ക് യൂസ്ഫുൾ ആവാത്ത സാധനങ്ങൾ കൂടി ഞാൻ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ലിസ്റ്റ് ഓർഡറിലാണ് പറയണേ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ നിങ്ങളൊരു പേനയും പേപ്പറും എടുത്തിരിക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് പാക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഡോക്യുമെൻറ്റ് ഫോൾഡറാണ്, അതായത് ഒരു ഫയൽ ഫോൾഡറാണ്. ആ ഫയലിൽ നമുക്ക് ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് വയ്ക്കാനുള്ള ഒന്നാമത്തെ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാർ കാർഡാണ്. ആധാർ കാർഡ് ആരുടെയൊക്കെ കൊണ്ടുപോകണം എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ഫാദറിൻ്റെയും മദറിൻ്റെയും. അതെന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ നമ്മൾ ഓൾറെഡി പേര് കണ്ടുവച്ചിട്ടുണ്ട്, പേര് കൺഫേം ആണ്, നമ്മുടെ മൈൻഡിലൊരു പേരുണ്ട്, ഒരു ആൺകുഞ്ഞിൻ്റെയും പെൺകുഞ്ഞിൻ്റെയും പേര് നമ്മൾ കണ്ടുവച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ പേരിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ ചെയ്യാം. കാരണം നമുക്കിതാണ് കുറച്ചും കൂടി ഈസി. ഹോസ്പിറ്റലുകാർ അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉണ്ടാക്കിയത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ നമുക്ക് പിന്നെ അതിന് ശേഷം നമ്മൾ പഞ്ചായത്തിൽ പോവേ വേറെ രജിസ്ട്രേഷന് വേണ്ടി വേറെ എങ്ങും പോവേ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ നിന്ന് തന്നെ നമ്മൾ ഫോം കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആധാർ കാർഡിലുള്ള പോലെ പേര് കാര്യങ്ങളൊക്കെ കൊടുക്കണം. അത് മിസ്സാവാണ്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആധാർ കാർഡ് 2 പേരും എടുത്തു വയ്ക്കാൻ വേണ്ടി പറയണത്. ആധാർ കാർഡ് യൂസ്ഫുള്ളായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂസ്ഫുള്ളായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കുഞ്ഞിൻ്റെ പേര് കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി രണ്ടാമതായിട്ട് എടുത്തു വയ്ക്കേണ്ടത് നിങ്ങളുടെ ഇൻഷുറൻസ് കാർഡാണ്. നിങ്ങൾക്ക് ഇൻഷുറൻസിന് കാർഡ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്പർ എന്താണെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മെറ്റേണിറ്റി കവർ ആവുന്നെന്ന് കൺഫേം ചെയ്തതിന് ശേഷം ഒന്ന് ഡോക്യുമെൻറ്റിൽ എടുത്ത് വയ്ക്കുകയെന്നുണ്ടെങ്കിൽ അത് ആ സമയത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ മൂന്നാമതായിട്ട് എടുത്തു വയ്ക്കേണ്ടത് ഹോസ്പിറ്റൽ റെക്കോർഡ്സ് ആണ്. നിങ്ങളുടെ ഇപ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസി ആയിരിക്കാം, ചിലപ്പോൾ സെക്കൻഡ് ആയിരിക്കാം. ഏത് പ്രഗ്നൻസി ആയാലും ആദ്യം മുതൽ ഫസ്റ്റ് നമ്മൾ സ്കാൻ ചെയ്യുന്ന റിപ്പോർട്ട്സ്, ബ്ലഡ് ടെസ്റ്റ് മുതലുള്ളതിൻ്റെ റിപ്പോർട്ടുകൾ നമ്മൾ ഈ ഫയലിൽ വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കത് യൂസ്ഫുള്ളാവും. പിന്നെ നാലാമതായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഉണ്ടാവില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് മെഡിക്കൽ റെക്കോർഡ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് പണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അലർജി ഉണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേപ്പറും കൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ യൂസ്ഫുള്ളായിരിക്കും. അടുത്തത് നമുക്കിനി എനിക്ക് വേണ്ടി എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയേ എന്ന് നമുക്ക് നോക്കാം. അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ 9ാമത്തെ മാസം വരെ എൻ്റെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു നോർമൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഡെലിവറി നടത്താം എന്നുള്ളതായിരുന്നു. പിന്നെ ലാസ്റ്റ് 9 മാസം സ്റ്റാർട്ടിംഗ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്ലാനിൽ ചെറിയ ചേഞ്ച് വന്നു. ഞങ്ങൾ ആലുവയിലുള്ള രാജഗിരി ഹോസ്പിറ്റലിലേക്ക് മൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ പോയി ഡോക്ടറെ കണ്ടു, നമ്മുടെ റിപ്പോർട്ട്സ് കാര്യങ്ങളെല്ലാം കാണിച്ചു. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ പിന്നെ അവിടെയാണ് കൺസൾട്ട് ചെയ്തത്. എൻ്റെ ഡെലിവറി അവിടെയായിരുന്നു. അപ്പോൾ എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൻ്റെ അകത്ത് എല്ലാം ഞാൻ ഈ നോർമൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് വേണ്ട സാധനങ്ങളാണ് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നോർമൽ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ഡെലിവറിയെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ട്, രാജഗിരി പോലത്തെ വലിയ ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ സാധനങ്ങൾ യൂസ്ഫുൾ വന്നു എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ വീഡിയോ ഒന്ന് കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ എനിക്ക് വേണ്ടി വെച്ചത് 4 നൈറ്റീസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് 2 ഓപ്പൺ നൈറ്റി,
നമ്മൾ ഡെലിവറി കഴിഞ്ഞ് ആ സമയത്ത് അപ്പം തന്നെ നമുക്ക് ഓപ്പൺ നൈറ്റീസ് ചോദിക്കും. അപ്പോൾ 2 ഓപ്പൺ നൈറ്റി പിന്നെ 2 നോർമൽ നൈറ്റീസാണ് ഞാൻ വെച്ചത്. നമ്മൾ കടയിൽ നിന്ന് ഞാൻ സ്റ്റൈലിലെ നൈറ്റി എന്തുവാണ് വാങ്ങിച്ചത്, ഇല്ലെങ്കിൽ നോർമൽ ഏത് ബ്രാൻഡിൻ്റെ നൈറ്റി ആയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ 2 നൈറ്റീസും 2 ഓപ്പൺ നൈറ്റീസ് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്. കാരണം സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കുമല്ലോ, നല്ല ക്ലോത്ത് കിട്ടുമല്ലോ എന്നുള്ള കോൺസെപ്റ്റിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്. പക്ഷേ ഞാൻ കടയിൽ നോർമൽ നൈറ്റീസ് വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഞാൻ ഫുൾ ഓപ്പൺ നൈറ്റീസ് കണ്ടിരുന്നു. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൂടുതൽ കാശ് കളയണമെന്നില്ല, നമുക്ക് ഡയറക്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാലും മതി. പിന്നെ ഞാൻ നോർമൽ നൈറ്റീസ് കൊണ്ടുപോയതുകൊണ്ട് തന്നെ ഞാൻ 2 അണ്ടർ സ്കേർട്ടും കൂടി ഞാൻ എടുത്തു വെച്ചിരുന്നു. ഇനി ഈ കൊണ്ടുപോയ 2 സാധനങ്ങളും എനിക്ക് യൂസ്ഫുള്ളായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ബാഗിൽ നിന്ന് പുറത്ത് പോലും എടുത്തില്ല. കാരണം ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ്, നോർമൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ് ഞാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ എനിക്കത് യൂസാവും. അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിലും എനിക്കത് യൂസായേനെ. പക്ഷേ ഞാനിപ്പോൾ രാജഗിരി പോലത്തെ ഒരു ഹൈടെക് ഹോസ്പിറ്റലിലേക്ക് പോയതുകൊണ്ട് തന്നെ ഞാൻ അഡ്മിറ്റ് ആയ അന്ന് മുതൽ എനിക്ക് അവിടുത്തെ ഹോസ്പിറ്റൽ ഡ്രസ്സാണ് തന്നത്. അപ്പോൾ ഞാൻ ഡിസ്ചാർജായി പോരുന്നത് വരെ അത് തന്നെ യൂസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് യൂസ്ഫുള്ളായിരുന്നില്ല. ഇനി നിങ്ങളുടെ കേസിൽ നിങ്ങൾ ഓൾറെഡി ഡെലിവറി ഒരു ഹോസ്പിറ്റലിൽ നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നൈറ്റീസൊക്കെ വാങ്ങിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ അന്വേഷിക്കുക, നിങ്ങളുടെ ഹോസ്പിറ്റൽ ഡ്രസ്സ് ഉണ്ടോ അതോ നമ്മൾ നൈറ്റീസ് കൊണ്ടുവരണോ എന്നുള്ളത്. പിന്നെ ഇനി നിങ്ങൾ ഓൾറെഡി നൈറ്റിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷമാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊട്ടും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ മാത്രമേ ഹോസ്പിറ്റൽ ഡ്രസ്സ് കാര്യങ്ങൾ കിട്ടുള്ളൂ, അത് വീട്ടിലേക്ക് തന്നു വിടില്ല. അപ്പോൾ നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴും നൈറ്റീസ് കൂടുതൽ യൂസ് ചെയ്യണതായിരിക്കും കുറച്ച് നല്ലത്. അല്ലെങ്കിൽ ഈ ഫ്രോക്ക് നൈറ്റീസ് ആയാലും കുഴപ്പമില്ല. അടുത്തത് ഞാൻ വെച്ചത് ബാത്ത് ടവലാണ്, നമ്മുടെ തോർത്ത്. എനിക്ക് വേണ്ടി കൊണ്ടുപോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് തോർത്തല്ല, ഞാൻ ഡാർക്ക് കളർ തോർത്താണ് കൊണ്ടുപോയി, ഒരു ഡാർക്ക് മെറൂൺ കളർ തോർത്താണ് കൊണ്ടുപോയത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുളി കഴിഞ്ഞ് തോർത്തുമ്പോൾ ചിലപ്പോൾ ബ്ലഡിൻ്റെ സ്റ്റെയിനോ എന്തെങ്കിലുമൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ അത് അവിടെ നിർത്തിയിടുക, പിന്നെ അതുപോലെ തന്നെ അത് യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് മടിയുണ്ടാവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡാർക്ക് കളർ തോർത്ത് ഏതെങ്കിലും യൂസ് ചെയ്താൽ മതി, വൈറ്റിനെ യൂസ് ചെയ്യണമെന്നില്ല. പിന്നെ ഞാനിങ്ങനെ അടുത്തത് എടുത്ത് വെച്ചത് അണ്ടർ ഗാർമെൻറ്റ്സ് ആണ്. അണ്ടർ ഗാർമെൻറ്റ്സ് ഈ എൻ്റെ പാൻറ്റീസും അതുപോലെ ഞാൻ 2 നഴ്സിംഗ് ബ്രാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതിൻ്റെ ഒപ്പം വെച്ചിട്ടുണ്ട്. പിന്നെ നോർമൽ ബ്രാസും വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 4-5 സെറ്റ് സാധനങ്ങളാണ് ഞാൻ വെച്ചേക്കണേ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാൻറ്റീസ് ഇപ്പോൾ യൂസ് ചെയ്യണേക്കാട്ടും ഒരു 1-2 ഇപ്പോൾ 85 ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 90 or 95 വാങ്ങിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ് നോർമൽ ഡെലിവറി ആണെങ്കിലും C-സെക്ഷൻ ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും ഉണ്ടാവണം എന്നല്ല, ചിലർക്ക് ഉണ്ടാവാം. പക്ഷേ എനിക്കത്ര ഭയങ്കര ഹെവി ബ്ലീഡിങ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെറ്റേണിറ്റി പാഡ് യൂസ് ചെയ്യേണ്ടി വരും. നമ്മുടെ നോർമൽ പാഡിൻ്റെ അത്ര അല്ല, അതിനേക്കാളും നല്ല കട്ടിയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യണ പാൻറ്റീസിൻ്റെ കൂടെ ആ പാഡും കൂടി വയ്ക്കുമ്പോൾ ഭയങ്കര ടൈറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നോർമൽ യൂസ് ചെയ്യുന്ന സൈസിനേക്കാളും നെക്സ്റ്റ് സൈസിൻ്റെ ഒരു പാൻറ്റീസ് വാങ്ങിച്ച് 1-2 മതി. കാരണം നമുക്ക് ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ അത്ര വലിയ ബ്ലീഡിങ് കാര്യങ്ങൾ. ചിലപ്പോൾ നമുക്ക് ഒരു ദിവസമൊക്കെ അത്രയും വലിയ പാഡ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് 1-2 എന്ന് പറഞ്ഞത്. പിന്നെ അടുത്തത് ഞാൻ എനിക്ക് വേണ്ടി എടുത്തു വെച്ചത്, ഞാൻ ഡെലിവറി എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഹോം മെറ്റേണിറ്റി ഡ്രസ്സ് എന്ന് പറയാൻ വേണമെങ്കിൽ, അപ്പോൾ അതാണ് ഞാൻ എടുത്തു വെച്ചത്. അത് ഞാൻ ഫീഡിങ് ഓപ്ഷൻ ഉള്ളത് ഞാൻ ഓൺലൈനാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. അത് നല്ല യൂസ്ഫുള്ളായിരുന്നു. ഓൺ ദ വേയിൽ എനിക്ക് 1 hour ട്രാവൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓൺ ദ വേയിൽ ഇടയ്ക്കൊന്ന് ഫീഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ നമുക്ക് ഫീഡ് ചെയ്യാനൊക്കെ നല്ല ഈസി ആയിരുന്നു. അടുത്തത് എടുത്തു വെച്ചത് ബെഡ്ഷീറ്റായിരുന്നു. ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഓർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ബെഡ്ഷീറ്റ് അവിടെ തരില്ല എന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ ഞാനിവിടെ രാജഗിരിയിൽ പോയതുകൊണ്ട് അവരുടെ ബെഡ്ഷീറ്റായിരുന്നു ഡെയിലി. അതുപോലെ അവരുടെ പുതപ്പ് കാര്യങ്ങളാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊന്നും കൊണ്ടുപോയത് ഞാൻ പുറത്തെടുക്കേണ്ടി വന്നില്ല. പിന്നെ അതുപോലെ നോർമൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിലും അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിലും വൈറ്റ് മുണ്ട് കൊണ്ടുവരാൻ പറയും. അത് കുഞ്ഞിനെ പുറത്തെടുത്ത് കഴിയുമ്പോൾ ആ വൈറ്റ് മുണ്ടിലായിരിക്കും അവർ തുടച്ച് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് തരാം. പക്ഷേ ഞാനിവിടെ രാജഗിരി അല്ലെങ്കിൽ ഇപ്പോൾ വേറെ വലിയ ഹോസ്പിറ്റലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വൈറ്റ് മുണ്ട് കാര്യങ്ങളൊന്നും ചോദിക്കില്ല. അവർ തന്നെ കുഞ്ഞിനെ എടുത്ത് കുളിപ്പിച്ച് ക്ലീൻ ചെയ്ത് ഡ്രസ്സൊക്കെ ഇടിച്ച് നമുക്ക് തരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്കതൊന്നും യൂസായില്ല. പിന്നെ അടുത്തത് ഞാൻ എടുത്തു വെച്ചത് നമ്മുടെ പാഡാണ്, സാനിറ്ററി പാഡ്സാണ്. നമുക്ക് മെറ്റേണിറ്റി പാഡിൻ്റെ ഒരു പാക്കറ്റ് ഞാൻ വെച്ചിരുന്നു. പിന്നെ ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന പാഡ്, ഞാൻ നുവയുടെ പാഡാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ ലാർജ് നമുക്ക്
എക്സ്ട്രാ ലാർജ് മാത്രമായിട്ട് നമുക്കൊരു പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഇതിൽ ഏത് പാഡാണ് ഞാൻ യൂസ് ചെയ്തത്, എനിക്ക് ഏതാ യൂസ്ഫുൾ ആയിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റേണിറ്റി പാഡ് ഞാൻ കൊണ്ടുപോയത് എനിക്ക് അത്ര യൂസ് ആയില്ല. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ബ്ലീഡിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ നല്ല രീതിയിൽ ബ്ലഡ് ഓൾറെഡി ഡെലിവറിയുടെ സമയത്ത് തന്നെ ഡെലിവറി കഴിഞ്ഞപ്പോൾ അവർ കുത്തി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര ഭയങ്കര ഹെവി ബ്ലീഡിംഗ് എന്ന് പറയാനുള്ള ബ്ലീഡിങ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു ദിവസം യൂസ് ചെയ്തു, പക്ഷേ എനിക്കത് അത്ര കംഫർട്ടായിട്ടും ഫീൽ ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കണ്ട. അതിൻ്റെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് എന്തായാലും അത് അവൈലബിൾ ആയിരിക്കും. ഇൻ കേസ് ഇപ്പോൾ ഭയങ്കര ബ്ലീഡിങ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് മാത്രം വാങ്ങിച്ചാൽ മതി. പിന്നെ നോർമൽ പാഡ് എന്തായാലും കൊണ്ടുപോകാൻ മറക്കരുത്. പിന്നെ അടുത്തത് ഞാൻ എനിക്ക് വേണ്ടി എടുത്തു വെച്ചത് ചപ്പലാണ്. അതായത് ചെറിയ ഫ്ലിപ്പ് ഫ്ലോപ്പ് പോലത്തെ ചെരുപ്പാണ് എടുത്തു വെച്ചത്. കുറേ വീഡിയോസ് കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ചെരുപ്പ് എടുത്തു വയ്ക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ചിലർക്ക് കാലുമ്മ നീര് വന്നു എന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പുതിയത് തന്നെ വാങ്ങിച്ച് കൊണ്ടുപോകണമെന്നൊന്നുമില്ല. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യണ ഒരു ചെരുപ്പ് എടുത്തു വെച്ചാൽ മതി. ഞാനിപ്പോൾ അത് പാക്ക് ചെയ്യുമ്പോൾ അത് എടുത്തു വയ്ക്കണില്ല. കാരണം ഞാൻ ഡെയിലി യൂസ് ചെയ്യണത് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഇൻഫോം ചെയ്തെന്ന് മാത്രം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഞാൻ എനിക്ക് വേണ്ടി പേഴ്സണലായിട്ട് എടുത്തു വെച്ചത്. നമുക്കിനി കുഞ്ഞിന് വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ള ലിസ്റ്റ് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ കുഞ്ഞിനെ റിസീവ് ചെയ്യാനായിട്ട് ഒരു റിസീവിങ് ടവൽ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ റിസീവിങ് ടവൽ എന്ന് പറഞ്ഞിട്ടൊരു ടവൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഓൾറെഡി എൻ്റെ ഒരു കസിൻ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതൊരു വൈറ്റ് കളർ ടവലായിരുന്നു. അപ്പോൾ ഭയങ്കര സോഫ്റ്റാണ്, നല്ലതാണെന്ന് തോന്നിയപ്പോൾ ഞാൻ പിന്നെ വേറെ വാങ്ങിച്ചില്ല. റിസീവിങ് ടവലായിട്ട് അത് വെക്കാമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ എനിക്കത് യൂസ്ഫുൾ ആയില്ല. കാരണം ഞാൻ രാജഗിരിയിലായതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് ഓൾറെഡി കുഞ്ഞിനെ തന്നു കഴിഞ്ഞപ്പോൾ അവർ ഓൾറെഡി റാപ്പ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണ് നമുക്ക് തന്നത്. പിന്നെ അടുത്തത് ഞാൻ വാങ്ങിച്ചത് സ്വാഡ്ലിംഗ് ക്ലോത്താണ്. സ്വാഡ്ലിംഗ് ക്ലോത്ത് ഞാൻ പോപ്പീസിൻ്റെയാണ് വാങ്ങിച്ചത്. പോപ്പീസിൻ്റെ 3 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു. അത് 849 റുപ്പീസായിരുന്നു അതിന്. ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. നമുക്കപ്പോൾ കുഞ്ഞിനെ ഡ്രസ്സ് ഇടിച്ചും എല്ലാം കഴിഞ്ഞിട്ട് ഡയപ്പറൊക്കെ ഇടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പൊതിഞ്ഞ് അവരുടെ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു സോഫ്റ്റാണ്. പിന്നെ ഇത് പിന്നീടും അവർക്ക് പുതപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇത് വാങ്ങിക്കേണ്ടത് കുറച്ച് നല്ലതാണെന്ന് എനിക്ക് ഫീൽ ചെയ്യണു. ഞാനിപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് മോൾക്ക്. അടുത്തത് ഞാൻ വെച്ചത് ന്യൂബോൺ ഡയപ്പറാണ്. ഞാൻ ഡയപ്പർ R4 റാബിറ്റിൻ്റെ ഒരു 44 പീസുള്ള ഒരു പാക്കറ്റാണ് ഞാൻ വാങ്ങിച്ചത്. 44 പീസിൻ്റെ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ കുഞ്ഞ് മെക്കോണിയം പാസ് ചെയ്ത് കഴിയണ വരെ നമ്മൾ ഡയപ്പർ യൂസ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞാലാണ് നമുക്ക് ക്ലോത്തിലേക്ക് മാറാൻ പറ്റുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് മുതലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മോഷൻ പോകുമ്പോൾ അതിൻ്റെ അകത്തൊരു കറുത്ത കളറായിരിക്കും, അത് തുണിയുമെന്ന് പോവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ 2 ആഴ്ചയൊക്കെ നമ്മൾ ഡയപ്പർ യൂസ് ചെയ്യണത് നല്ലത് എന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ആഴ്ചയൊക്കെ നമുക്ക് ഡയപ്പർ യൂസ് ചെയ്യണമല്ലോ. പിന്നെ അത് മാത്രമല്ല, എങ്ങോട്ടെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യണം, ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ R4 റാബിറ്റിന് 44 എണ്ണത്തിൻ്റെയാണ് ഓർഡർ ചെയ്തേക്കണേ. അതിന് റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. എനിക്കിപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ ജസ്റ്റ് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിനി കുഞ്ഞിന് വൈറ്റ് ക്ലോത്ത് നാപ്പി ആവശ്യമുണ്ടോ, അത് എത്ര എണ്ണം വേണം, നമ്മൾക്ക് ഈ ഡയപ്പർ യൂസേജ് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനെ പറ്റിയ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. ഞാൻ എന്തോരം വാങ്ങിച്ചേ, അത് ഏത് സൈസിലൊക്കെ കട്ട് ചെയ്യണ്ടേ, എനിക്ക് എത്ര എണ്ണം കിട്ടി എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ അടുത്തത് ഞാൻ ബേബിയുടെ സെറ്റിൽ വെച്ചത് ബേബി ബാത്ത് ടവലാണ്. അത് ഞാൻ ആമസോണിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇപ്പോഴും ഞാൻ ബേബിക്ക് അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേബീനെ കുളിപ്പിച്ചോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും രാവിലെ രാജഗിരിയിലെ ഒരു സ്റ്റാഫ് വന്നിട്ട് കുഞ്ഞിനെ കൊണ്ടുപോകും. അപ്പോൾ ടവലും ഡ്രസ്സും അതുപോലെ ഡയപ്പറും ചോദിക്കും. അപ്പോൾ അങ്ങനെ അവർ കൊണ്ടുപോയി കുളിപ്പിച്ചിട്ട് കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ രാജഗിരിയിലെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയണത്. എനിക്ക് ബാക്കി ഹോസ്പിറ്റലിൽ എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലും അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ കുളിപ്പിക്കുകയൊന്നുമില്ല, അവരങ്ങനെ കൊണ്ടുപോയി ഒന്നും ചെയ്യൂല. നമുക്കപ്പോൾ ഈ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ശരിക്കും ബേബി ബാത്ത് ടവലിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. തിരിച്ച് വന്ന് പൊക്കിൾ കൂടി പോയതിന് ശേഷമേ കുളിപ്പിക്കാൻ പാടുള്ളൂ എന്ന് പറയും. പക്ഷേ രാജഗിരിക്കാർ കുളിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടവലും യൂസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ബേബി ബാത്ത് ടവൽ എനിക്ക് നല്ല യൂസ്ഫുള്ളായിരുന്നു. പിന്നെ അതുപോലെ അടുത്തത് ഞാൻ വെച്ചത് ജബ്ലയായിരുന്നു. ജബ്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞി കെട്ടുടുപ്പ് എന്ന് പറയണതിന് ഇംഗ്ലീഷാണ് ജബ്ല. ഈ ജബ്ല തന്നെ 3 വെറൈറ്റി ഉണ്ട്. ഞാൻ പോപ്പീസിൻ്റെയാണ് നോക്കിയത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരെണ്ണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോൾഡറിൻ്റെ
രണ്ട് ഷോൾഡറിൻ്റെ അവിടെയും കെട്ടണത്, രണ്ടാമത്തത് നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് കെട്ടണത്, മൂന്നാമത്തെ നെഞ്ചിൻ്റെ അവിടെ ബട്ടൺ ടൈപ്പ് വരുന്നത്. ഞാൻ വാങ്ങിച്ചതും എനിക്ക് കൂടുതൽ ഇഷ്ടമായതും ഞാനിപ്പോഴും യൂസ് ചെയ്യുന്നതുമായിട്ടുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. അത് നമ്മുടെ ബട്ടൺ ടൈപ്പാണ്. കാരണം അത് പ്രിഫർ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുകളിൽ കെട്ടണതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞിന് തലയിൽ കൂടെ താഴത്തേക്ക് ഇറക്കണം, അല്ലെങ്കിൽ താഴെ കൂടെ മുകളിലേക്ക് കയറ്റണം, എന്നിട്ട് വേണം കെട്ടാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്കതത്ര ഇഷ്ടമായില്ല. പിന്നെ രണ്ടാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഇതുപോലെ തന്നെ ഇങ്ങനെ കുഞ്ഞിനെ നമുക്ക് നിവർത്തിയിടാം, വേണ്ട അതിൻ്റെ മുകളിൽ കുഞ്ഞിനെ കിടത്തിയിട്ട് കെട്ടാം. കെട്ടണതിൻ്റെ ഞാൻ പേഴ്സണലി കണ്ട ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കെട്ടുമ്പോൾ അവിടെ നെഞ്ചിൻ്റെ അവിടെ ഫുൾ ക്ലോസ് ആയിട്ട് പോകണില്ല. പിന്നെ നമ്മൾ വീണ്ടും എന്തെങ്കിലും തുണിയോ അല്ലെങ്കിൽ പുതപ്പോ എന്തെങ്കിലും ഇടേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ നെഞ്ചിലേക്ക് നേരെ കാറ്റടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും ഫാനിട്ട് കിടക്കുമ്പോൾ. അപ്പോൾ ഈ ബട്ടനാണെന്നുണ്ടെങ്കിൽ നമുക്കുള്ള ഗുണം ഞാൻ കണ്ടത് ഫുൾ കവറായി നിൽക്കും. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് വൈറ്റ് ജബ്ല ബട്ടൺ ടൈപ്പാണ്. അതിൻ്റെ തന്നെ നമുക്ക് കളറും ഉള്ളത് വരുന്നുണ്ട്. പക്ഷെ കൊച്ചിന് ഇടിക്കുമ്പോൾ ഏറ്റവും വൈറ്റാണ് എപ്പോഴും എനിക്കിഷ്ടം. നിങ്ങൾക്ക് കളർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കളർ വാങ്ങിക്കാം. ഇതിൻ്റെ രണ്ടെണ്ണത്തിലും കളറിലും വൈറ്റിലും 6 എണ്ണം ആണ് വെച്ച് വരുന്നത്. പക്ഷേ റേറ്റിൽ ചെറിയ വ്യത്യാസമുണ്ട്. വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ 549 റുപ്പീസാണ് വരുന്നത്. കളറാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലാണ്, 699 റുപ്പീസാണ് വരുന്നത്. നമുക്കിനി അടുത്തത് ഞാൻ വാങ്ങിച്ചത് മിറ്റൻസ്, ബൂട്ടീസ്, ക്യാപ്പാണ്. ഇതും ഞാൻ പോപ്പീസിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. അത് വൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പോപ്പീസിൽ നിന്ന് വാങ്ങിച്ചത്. വേറെ കടകളിൽ നോക്കിയപ്പോൾ ഫുൾ പ്ലെയിൻ വൈറ്റ് ആയിട്ടുള്ളതില്ല, അതിനകത്ത് എന്തെങ്കിലും കളറ് കാര്യങ്ങൾ ആഡ് ചെയ്തതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോപ്പീസിൽ നിന്ന് ഒരു പാക്കറ്റാണ് വാങ്ങിച്ചത്, ഒരു സെറ്റ്. അതായത് ഒരു പാക്കറ്റിനകത്ത് 2 മിറ്റൻസ് ഉദ്ദേശിച്ചത് ഒരു സെറ്റിൽ 1, 2 കൈമയ്ക്കും വേണ്ടിയുള്ളത്. അതുപോലെ ബൂട്ടീസും ഒരു സെറ്റ്, പിന്നെ ഒരു ക്യാപ്പ്. അങ്ങനെ ആ ഒരു പാക്കറ്റിന് റേറ്റ് വന്നിട്ട് 149 റുപ്പീസാണ്. പിന്നെ അടുത്തത് ഞാൻ ബർപ്പ് ക്ലോത്താണ് വാങ്ങിച്ചത്. ബർപ്പ് ക്ലോത്ത് നമ്മുടെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുഞ്ഞ് പാലൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഫേസ് നല്ലപോലെ വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതും ഞാൻ പോപ്പീസിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. പോപ്പീസിൻ്റെ ബ്രാൻഡിൻ്റെ പരസ്യം കാര്യങ്ങളൊന്നും അല്ല കേട്ടോ അത്. പക്ഷേ ഞാൻ യൂസ് ചെയ്തിട്ട് നല്ലതായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ പോപ്പീസിന് എടുത്ത് പറയാൻ കാരണം. പോപ്പീസിൻ്റെ വാങ്ങിച്ചത് അതും 6 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് ഞാൻ വാങ്ങിച്ചത്. അതിന് 329 റുപ്പീസാണ് വരുന്നത്. അത് വൈറ്റ് അവൈലബിൾ അല്ല അവർക്ക്, അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ കളർ വാങ്ങിച്ചു. പിന്നെ അടുത്തത് ഞാൻ വാങ്ങിച്ചത് ഒരു ടവലാണ്. അതായത് നമുക്ക് ഹാൻഡ് ടവൽ എന്ന് പറയാം അതിനെ. നമ്മൾ അത് 4 എണ്ണത്തിൻ്റെ സെറ്റാണ് വാങ്ങിച്ചത്. അതിന് 529 റുപ്പീസാണ് വരുന്നത്. അതിൻ്റെ യൂസ് എന്ന് വെച്ചാൽ, അപ്പോൾ കുഞ്ഞിനെ എടുത്ത് നടക്കുമ്പോഴൊക്കെ നമുക്ക് മേത്തിട്ടിട്ട് അതിന് നമുക്ക് അതിൻ്റെ മുകളിൽ നമുക്ക് കുഞ്ഞിനെ കിടത്താം. അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു തുണിയാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ഫേസ് കാര്യങ്ങളൊക്കെ തുടയ്ക്കുകയും ചെയ്യാം. എനിക്കത് നല്ല യൂസ്ഫുള്ളായിരുന്നു. പിന്നെ അടുത്തത് ഞാൻ കുഞ്ഞിൻ്റെ വേണ്ടി വാങ്ങിച്ചത് ഒരു ഹോം ഔട്ട്ഫിറ്റാണ്. ബേബീനെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഏറ്റവും ആദ്യമായിട്ടാണ് നമ്മൾ കുഞ്ഞിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഞാനൊരു ഹോം ഔട്ട്ഫിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫുള്ളായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഡ്രസ്സാണ് ഞാൻ വാങ്ങിച്ചത്. 2 ടൈപ്പ് ഞാൻ അവിടെ കണ്ടു. ഒരെണ്ണം മസ്ലിനിലുള്ളത് കണ്ടു, അത് തലയിൽ കൂടെ ഇറക്കണ ടൈപ്പാണ്. അതിനേക്കാളും ഞാൻ കൂടുതൽ ഇഷ്ടമായതും എനിക്ക് പ്രിഫർ ചെയ്യുന്നതും ഞാൻ ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതാണ് ഞാൻ വാങ്ങിച്ചത്. അതിൻ്റെ റേറ്റ് വന്നിട്ട് 499 റുപ്പീസാണ് വരുന്നത്. പക്ഷേ 499 റുപ്പീസ് ആണെങ്കിൽ നമുക്ക് ഭയങ്കര സുഖമാണ് ഇടിക്കാൻ. ഈ കൊച്ചിനെ നമ്മൾ കഴുത്തിക്കോടെയൊക്കെ ഇടിക്കുന്ന നേരം എനിക്ക് ഇത് നല്ല ഇഷ്ടമായി. ഇതും പോപ്പീസിൻ്റെ ബ്രാൻഡിൻ്റെ തന്നെയായിരുന്നു. പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് അടുത്തത്, ക്യുക്ക് ഡ്രൈ ഷീറ്റ്. ക്യുക്ക് ഡ്രൈ ഷീറ്റ് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വലുത് ഓൺലൈൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പിന്നെ അത് വാങ്ങിച്ചിട്ട് അതിനെ ഞാൻ വലുത് വാങ്ങിച്ചിട്ട് അതിനെ ഞാൻ കട്ട് ചെയ്തു. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ അടിയിൽ മാത്രം നമുക്ക് വെച്ചാൽ മതിയല്ലോ, കാരണം അവിടെയാണ് മെയിനായിട്ട് മൂത്രമാവുക. പിന്നെ മുകളിലേക്ക് ഭയങ്കര ചൂട് കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂട് കുറേ കുഞ്ഞിന് കിട്ടേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള നിലയിൽ നമ്മൾ ഇങ്ങനെയാണ് യൂസ് ചെയ്തിരുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, തീരെ ചെറിയ സൈസ് വാങ്ങിക്കുന്നതിനെക്കാട്ടും മീഡിയം സൈസ് വാങ്ങിച്ചിട്ട് അതിനെ കട്ട് ചെയ്യണതായിരിക്കും കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ എന്തായാലും ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. പിന്നെ അടുത്തത് വാട്ടർ വൈപ്സ് ആണ്, അതായത് വെറ്റ് വൈപ്സ് എന്ന് പറയും. അതിൽ വാട്ടർ ബേസ്ഡ് വൈപ്സ് ആണ് ഞാൻ യൂസ് ചെയ്തത്. ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യണത് മദർ സ്പർഷിൻ്റെ 99% വാട്ടർ കണ്ടൻ്റ് ഉള്ള വൈപ്സ് ആണ്. ഞാനത് കുഞ്ഞ് ജനിച്ച അന്ന് മുതൽ അത് തന്നെ യൂസ് ചെയ്തത്. ഇപ്പോഴും ഞാനത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണേ. എനിക്കത് ഭയങ്കര
സാറ്റിസ്ഫൈഡ് ആണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ ഒരു വൈബ്സ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. ബാപ്റ്റിസത്തിൻ്റെ ടൈമിൽ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. പക്ഷേ അതിൻ്റെ അകത്തുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്മെല്ലുണ്ട്. അപ്പോൾ ആ സ്മെല്ല് ഉള്ള ഒരു വൈബ്സ് കാര്യങ്ങളൊന്നും നമുക്ക് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും മദർ സ്പർശിൻ്റെ തന്നെയാണ് കൂടുതൽ ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യണത്. പിന്നെ അതുപോലെ ഞാൻ ഡയപ്പർ നേരത്തെ പറഞ്ഞു, പക്ഷെ അതിനകത്തൊരു കാര്യം വിട്ടുപോയിണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, ഡയപ്പർ ടേപ്പ് ഡയപ്പറാണ് നല്ലത്. കാരണം പാൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കുഞ്ഞു കൊച്ചിനെ ഇടിക്കാനൊക്കെ കുറച്ച് പാടായിരിക്കും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഏറ്റവും നല്ലത് കുഞ്ഞിനും നമ്മൾ യൂസ് ചെയ്യുന്നവർക്കും സുഖം ടേപ്പ് ഡയപ്പറാണ്. പിന്നെ ഞാൻ നെയിൽ കട്ടർ വാങ്ങിച്ചിരുന്നു. നെയിൽ കട്ടർ ഒരു സെറ്റാണ് വാങ്ങിച്ചത്. അപ്പോൾ എങ്ങാനും നമ്മുടെ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്തായാലും നെയിൽസ് കാര്യങ്ങളുണ്ടാവും. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ സജഷനിൽ 1 month വരെ നെയിൽ കട്ട് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇൻ കേസ് ഇപ്പോൾ ഭയങ്കര നെയിലുണ്ട്, ഭയങ്കര ലെങ്ത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. ഇല്ല, ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും അവരുടെ നെയിൽസ്. അപ്പോൾ അതുകൊണ്ടാണ് 1 month കഴിഞ്ഞിട്ട് കട്ട് ചെയ്താൽ മതി എന്നൊരു ഒരു പേഴ്സണൽ സജഷൻ. ഡോക്ടേഴ്സ് പറഞ്ഞത് കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ എന്തായാലും ഞാൻ നെയിൽ കട്ടറിൻ്റെ ഒരു സെറ്റ് വാങ്ങിച്ചിരുന്നു. അതിനകത്ത് 2-3 സാധനങ്ങളുണ്ട്. ഞാനത് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ ഞാൻ വാങ്ങിച്ചത് ബോഡി സൂട്ടായിരുന്നു ബേബിക്ക് വേണ്ടിയിട്ട്. അത് 2 ടൈപ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിറ്റൻസ് യൂസ് ചെയ്യേണ്ട, ഹാൻഡ് ഫുൾ കവർ ആവുന്ന ടൈപ്പാണ്. അത് ഈ ലൈറ്റ് ഗ്രീനാണ്. അതിൻ്റെ റേറ്റ് വന്നിട്ട് 699 റുപ്പീസാണ് വരണേ. അത് ഫുള്ളായിട്ട് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാം ബട്ടൺസ് വെച്ചിട്ട്. അത് തുറന്ന് നമ്മുടെ കുഞ്ഞിനെ കയ്യിൽ കിടത്തി നമുക്ക് കൈയും കാലും ഒക്കെ അതിൻ്റെ കറക്റ്റ് പൊസിഷനിലിട്ടതിന് ശേഷം നമുക്ക് ഇത് ഫുൾ കവർ ചെയ്യാം. പിന്നെ അതിനകത്ത് നമ്മുടെ കുഞ്ഞിൻ്റെ കൈയും കൂടിയും അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ലൊരു യൂസ്ഫുള്ളായിട്ട് തോന്നി. കാരണം 699 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഫുൾ കവർ ചെയ്യണ സെറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ എക്സ്ട്രാ മീറ്റൻസ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പക്ഷേ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് യൂസ്ഫുള്ളായിരുന്നു. പിന്നെ അതുപോലെ പീച്ച് കളറിൻ്റെ വേറെ ഒരു ഹാൻഡ് കവർ ഇല്ലാത്തത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. കാരണം ഫുൾ കവർ ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് പിന്നെ പൊതിയാനോ അങ്ങനെയൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ച് സ്വാഡിൽ ക്ലോത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് ലാഭിക്കാം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ റേറ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇത് രണ്ടും ഞാൻ പോപ്പീസിൽ നിന്ന് തന്നെ വാങ്ങിച്ചത്. അടുത്തത് ഞാൻ ബേബിക്ക് വേണ്ടി വാങ്ങിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബി കാരിയർ ആയിരുന്നു. ഞാൻ കുറേ വീഡിയോസിൽ കണ്ടു, കുറേ പേർക്ക് അതൊന്നും യൂസ്ഫുൾ ആയില്ല, അത്ര നല്ലതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കുഞ്ഞിലതിൽ കെടുത്തിയില്ല എന്നെല്ലാം പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് നല്ല യൂസ്ഫുള്ളായിരുന്നു. ഞാൻ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അതിൽ തന്നെ കെടുത്തിയത്. കാരണം ഇത്രയും നാൾ നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിൽ, യൂട്രസിൻ്റെ ഉള്ളിൽ കുഞ്ഞ് ഭയങ്കര സേഫായിരുന്നു. നമ്മൾ യാത്ര ചെയ്യുമ്പോഴായാലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഇത്രയും ഭയങ്കര സേഫായിട്ടുള്ള സ്ഥലത്തായിരുന്നു. അവിടെ നിന്ന് പെട്ടെന്ന് പുറത്ത് വന്നു, ഹോസ്പിറ്റലിലാണ്, അവിടെയും സേഫാണ്. നമ്മൾ ഈ കേരളത്തിൻ്റെ കുണ്ടും കുഴിയുള്ള വഴിയിൽ കൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര സേഫായിട്ട് തന്നെ ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ എന്തായാലും കാരിയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ബേബിക്ക് വേണ്ടി പർച്ചേസ് ചെയ്തത്. പിന്നെ കുറേ പേര് കർണവന്മാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാവാം ബേബിക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊന്നും നേരത്തെ കൂട്ടി പർച്ചേസ് ചെയ്ത് വെക്കരുത്, ഒന്നും വാങ്ങിക്കരുത് എന്ന്. അത് അവരങ്ങനെ പറയാനുള്ള കാരണം അവരവരുടെ എക്സ്പീരിയൻസിലാണ് പറയുന്നത്. പണ്ട് വീട്ടിലാണ് ഡെലിവറി നടക്കുക. അപ്പോൾ വീട്ടിൽ നടക്കുമ്പോൾ ചിലപ്പോൾ കുഞ്ഞ് മരിച്ചു പോയേക്കാം. അങ്ങനെ കുറേ കേസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇന്ന് അത് നേരെ തിരിച്ചാണ്. ഹോസ്പിറ്റലിലാണ് നടക്കണേ. അതും വെൽ എക്സ്പീരിയൻസ്ഡ് ഡോക്ടേഴ്സാണ് ഡെലിവറി കാര്യങ്ങൾ നടത്തണേ. അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ശ്വാസം മുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതിന് പറ്റിയ ടെക്നിക്സും ടെക്നോളജീസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ കുറേ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുഞ്ഞിന് വേണ്ടിയുള്ള സാധനങ്ങൾ നമ്മൾ നേരത്തെ വാങ്ങിച്ച് വാഷ് ചെയ്ത് വെയിലത്തിട്ട് ഉണക്കിയിട്ട് വേണം നമ്മൾ ഹോസ്പിറ്റൽ ബാഗിൽ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ബേബീൻ്റെ പറഞ്ഞു, അമ്മേൻ്റെ പറഞ്ഞു, ഡോക്യുമെൻറ്റ്സ് പറഞ്ഞു. ഇനി കുറച്ച് അതർ ഐറ്റംസ് ഉണ്ട്. അത് മെയിനായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ഏറ്റവും ആദ്യം ടിഷ്യൂ ബോക്സ് ഒരെണ്ണം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് ടിഷ്യൂ ആവശ്യം വന്നു, അങ്ങനെ കൈ തുടയ്ക്കാനോ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ഒരു ടിഷ്യൂ ബോക്സ്. പിന്നെ ഒരു 5-6 ന്യൂസ് പേപ്പർ, അത് നമുക്ക് എന്തെങ്കിലും പൊതിയാനോ കാര്യത്തിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ. പിന്നെ കുറച്ച് ചെറിയ ചെറിയ ക്യാരി ബാഗ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും വേസ്റ്റ് കളയാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും എന്നുള്ള നിലയിൽ. പിന്നെ ഒരു ചെറിയ സിസർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും പാക്കറ്റ് വാങ്ങിച്ചു പൊട്ടിക്കാൻ പറ്റില്ല, അപ്പോൾ അങ്ങനെ ഒരു സിസർ. പിന്നെ ഒരു കത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാനും കാര്യത്തിനൊക്കെ. പിന്നെ സാനിറ്റൈസർ ജസ്റ്റ് ചെറിയൊരു കുപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും കാര്യത്തിൽ സാനിറ്റൈസർ
ആവശ്യം വന്നാൽ എന്നുള്ള നിലയിൽ. പിന്നെ ടോയ്ലറ്ററീസ് ഞാൻ ഒരു ബാഗിലാക്കി വെച്ചിരുന്നത്. അതിൽ പേസ്റ്റ്, ബ്രഷ്, ഫേസ് വാഷ്, ഹാൻഡ് വാഷ്, കുളിക്കുന്ന സോപ്പ്, പിന്നെ ചെറിയൊരു കുപ്പിയിൽ കോക്കനട്ട് ഓയിൽ, പിന്നെ ഷാംപൂ, ഇതെല്ലാം ചെറിയൊരു പൗച്ചിലാക്കിയിട്ടാണ് ഞാൻ വെച്ചത്. പിന്നെ ചെറിയ മേക്കപ്പ് ഐറ്റംസ് കാര്യങ്ങളുള്ളത് ചീപ്പ്, ക്ലിപ്പ്, പിന്നെ ഹെഡ് ബാൻഡ് 2 വേണം. അതായത് നമ്മൾ നോർമൽ ഡെലിവറിക്ക് പോവുകയാണെങ്കിലും സി സെക്ഷന് പോവുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ 2 സ്ഥലവും 2 സൈഡിലും മെടങ്ങിടും. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത് മടങ്ങിയിട്ടിട്ട് ചെല്ലാൻ പറയും. നോർമലി അങ്ങനെയായിരിക്കും. പക്ഷേ എൻ്റെ കേസിൽ വാട്ടർ ബ്രേക്കേജ് ഉണ്ടായ കാരണം ഞാൻ പെട്ടെന്ന് ലേബർ റൂമിലെത്തി. അവിടുത്തെ ഒരു സ്റ്റാഫാണ് എനിക്ക് ഹെയർ മെടഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ ബാൻഡ് കൊണ്ടുപോയത് എനിക്ക് വേസ്റ്റ് ആയിരുന്നു. പക്ഷേ നോർമലി നിങ്ങളുടെ അടുത്ത് തന്നെ ഇവിടെ നിന്ന് തന്നെ ബാൻഡ് ചെയ്തിട്ട് മെടഞ്ഞിട്ട് ചെല്ലാനാണ് പറയുക. പിന്നെ ഒരു മോയ്സ്ചറൈസർ വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആവുകയാണെങ്കിൽ നമുക്ക് തന്നെ ഒന്ന് നമ്മുടെ ബോഡിയിൽ തേക്കാൻ വേണ്ടി. പിന്നെ നമ്മുടെ നെയിൽസ് കാര്യങ്ങളൊക്കെ നീറ്റായിരിക്കണം. അപ്പോൾ നെയിൽ കട്ടർ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ഡെലിവറിക്ക് വേണ്ടി റെഡി ആവുകയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ നെയിൽ പോളിഷ് കാര്യങ്ങൾ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഈ ആഴ്ചയിൽ തന്നെ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം റെഡി ആയിട്ടിരിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ മൊബൈലും ചാർജറും എടുത്തു വയ്ക്കാൻ വേണ്ടി മറക്കരുത്. പിന്നെ ഫുഡ് റിലേറ്റഡ് ആയിട്ട് ഞാൻ ആദ്യം എടുത്തു വച്ചിരുന്ന സംഭവങ്ങളാണ് എല്ലാ ഹോസ്പിറ്റൽ ബാഗിൽ ആവശ്യമാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇതൊന്നും എടുക്കേണ്ടി വന്നില്ല. രാജഗിരിയിൽ അവരുടെ ഫുഡ് അവരുടെ പ്ലേറ്റിൽ കൊണ്ടുവരും, അത് അവരങ്ങനെ തിരിച്ചു കൊണ്ടുപോകും. അങ്ങനെയായിരുന്നു എൻ്റെ സിറ്റുവേഷൻ. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് എന്തൊക്കെ എടുത്ത് വെച്ചിരുന്നത്, എന്തൊക്കെ ഞാൻ ലിസ്റ്റ് എഴുതിയിരുന്നതെന്നുള്ളത് പറയാം. ഞാനൊരു 2 പ്ലേറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു, അതുപോലെ 2 സ്പൂണ്, പിന്നെ 2 മഗ്, ചായയോ കാപ്പിയോ അല്ലെങ്കിൽ 2 ഗ്ലാസ് ആയാലും കുഴപ്പമില്ല. പിന്നെ കഞ്ഞി വാങ്ങിക്കണമെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ തൂക്കുപാത്രം പോലത്തെ സ്റ്റീൽ കഞ്ഞിപ്പാത്രം, പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ്, അതായത് നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് അത് കഴിക്കുകയോ അല്ലെങ്കിൽ ബാക്കി വന്ന ഫുഡ് എന്തെങ്കിലും പകർത്തി വയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം. പിന്നെ വാട്ടർ ബോട്ടിൽ, അത് ഞാൻ സ്റ്റീലിൻ്റെയാണ് കൊണ്ടുപോയത്. മാക്സിമം പ്ലാസ്റ്റിക് ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ ചായക്ക് വേണ്ടിയിട്ട് ഒരു ഫ്ലാസ്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഇപ്പോൾ സി സെക്ഷൻ ആയാലും ICUലേക്ക് നമുക്ക് നേരെ ചോദിക്കുന്നത് ഒരു ചായയും പിന്നെ എന്തെങ്കിലും കടിയായിരിക്കും ചോദിക്കുക. അപ്പോൾ ചായ വാങ്ങിച്ച് നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫ്ലാസ്ക് അത്യാവശ്യമാണ്. അങ്ങനെ പക്ഷേ എൻ്റെ കേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും എനിക്ക് യൂസ്ഫുൾ ആയില്ല. കാരണം അവിടെ ലേബർ റൂമിൽ കിടന്ന സമയത്തായാലും ഒബ്സർവേഷനിൽ കിടന്ന സമയത്തായാലും അവരവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തു, അവർ തന്നെയാണ് എനിക്ക് തന്നത് കാര്യങ്ങളെല്ലാം. അപ്പോൾ അവരുടെ പാത്രത്തിൽ കൊണ്ടുവന്നു, അവർ തിരിച്ച് ആ പാത്രം അങ്ങനെ തന്നെ കൊണ്ടുപോയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഈ പാത്രങ്ങളുടെ ലിസ്റ്റ് ഒന്നും എനിക്ക് ആവശ്യം വന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇനി ഞാനിതിൽ എന്തെങ്കിലും മിസ് ഔട്ടായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ, ബാക്കിയുള്ളവർക്കും യൂസ്ഫുള്ളാവും. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ഇത്രയും കാര്യങ്ങളൊന്നും യൂസ് ആയില്ല എന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. നമ്മുടെ ഡെലിവറിയുടെ വീക്സിൻ്റെ വീഡിയോസ് കഴിയാറായി എന്ന് നമുക്കറിയാം. 38 വീക്ക്, 39 വീക്ക്, 40 വീക്സിൻ്റെ വീഡിയോ വരെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേബി കെയർ, പ്രഗ്നൻസി, പോസ്റ്റ് കെയർ വീഡിയോസൊക്കെയാണ് വരാൻ പോണത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരത്തിൽ വരും. താങ്ക്